നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി BJP ജില്ലാ അധ്യക്ഷനാണ് ശ്രീ പ്രശാന്ത് മലവയൽ. അദ്ദേഹം രണ്ടാം തവണയാണ് BJPയുടെ ജില്ലാ അധ്യക്ഷനാകുന്നത്. ഒട്ടേറെ കാലമായി പൊതുപ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയായാണ് വീണ്ടും അദ്ദേഹത്തെ ജില്ലാ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പം BJPയെ സംബന്ധിച്ച് ആദ്യമായി തന്നെ പ്രശാന്ത് മലവയലിന് ഒരു അഭിനന്ദനം പറയുകയാണ്. കാരണം വീണ്ടും BJPയുടെ ജില്ലാ അധ്യക്ഷനായി മാറിയിരിക്കുന്നു. അപ്പോൾ വയനാട് വിഷൻ്റെയും വയനാടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അഭിനന്ദനം. നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സന്തോഷം. രണ്ടാമത്, നിങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായ ഇതിനേക്കാൾ കൂടുതൽ പാർട്ടിയുടെ ഒരു സന്തോഷം കൂടിയുള്ള നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. BJP ഡൽഹി പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇതുള്ളത്. ഇതെന്താണ് ഒരു മുന്നേറ്റം? രാജ്യവ്യാപകമായി ഈ ഒരു മുന്നേറ്റം ഉള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും കുറച്ച് കാലങ്ങളായിട്ട് BJP മുന്നേറിക്കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്രയോ പതിറ്റാണ്ടുകളായി കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന സ്ഥലം, കഴിഞ്ഞ 2015 മുതൽ ആം ആദ്മി ഭരിക്കുന്ന സ്ഥലം, അത് വീണ്ടും പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുമ്പോൾ BJP മുന്നേറുക തന്നെയാണ്. BJP പൊതുജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ആശയങ്ങളെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ബോധ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ, മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ചില ആരോപണങ്ങളൊക്കെ പാർട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികളെല്ലാം, പ്രത്യേകിച്ച് കോൺഗ്രസ്, രാഹുൽ ഗാന്ധി എല്ലാം. ഈ ഡൽഹിയിൽ ഒരുപക്ഷെ ഇനി എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള അട്ടിമറികൾ ഉണ്ടായി എന്നൊക്കെ ആരോപണം വന്നേക്കാമോ? ഈ BJP ജയിക്കുമ്പോൾ ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയത്ത് കോൺഗ്രസ് ജയിക്കുമ്പോൾ എവിടെയും BJP ഇത്തരത്തിൽ ആരോപണം പറയുന്നില്ലല്ലോ. അപ്പോൾ തോൽക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ളൊരു മടി, അവരുടെ ഒരു ധാരണ എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ജനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ, ഞങ്ങൾ അംഗീകരിക്കുമെന്നുള്ള വിശ്വാസം, കോൺഗ്രസിനെ അംഗീകരിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്ക് തെരഞ്ഞെടുപ്പ് വരെയുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ആ വിശ്വാസം പാടെ പോവുകയാണ്. അതിന് ജനങ്ങളുടെ മുന്നിൽ ഇവർ വയ്ക്കുന്ന ആശയങ്ങൾ നല്ലതല്ലാത്തതും വ്യക്തതയില്ലാത്തതും ഒക്കെ അതുകൊണ്ടാണ് അവർ പരാജയപ്പെടുന്നത്. അതിന് പകരം വോട്ടിംഗ് മെഷീനെയും ജനങ്ങളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള, ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പോകുന്നത്. ഞാനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് എന്തായിരുന്നു? രാഹുൽ ഗാന്ധിയേക്കാൾ ഭീകരനായിട്ടുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കാൻഡിഡേറ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ വയനാട് ജില്ലയിൽ ഇറക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് എന്തായിരുന്നു? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അത്രമാത്രം വോട്ടുകൾ കുറഞ്ഞത്? ഒരു വയനാട് ജില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് അപ്രമാദിത്യമുള്ള ഒരു മണ്ഡലത്തിൽ പോലും 1-2 ലക്ഷം 1.5 ലക്ഷം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള പഠിക്കാൻ പോലും തയ്യാറാവില്ല. അതാണ് അവർക്ക് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ അവർക്ക് ഏറ്റവും പ്രബലമായിട്ടുള്ള മണ്ഡലത്തിൽ പോലും വോട്ട് കുറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? ഇവിടെ വോട്ടിംഗ് മെഷീൻ തിരിമറിയെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ജനങ്ങൾ ഇവരെ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവർ പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ആശയങ്ങളെല്ലാം പരാജയപ്പെട്ടു പോവുകയാണ്. അതാണ് അതിൻ്റെ വസ്തുത. ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് വന്നു, അതിന് മുകളിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നത്, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ച്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് വാരിക്കോരി കൊടുത്തു, നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ അവഗണിച്ചു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു, കേരളത്തിനെ അടക്കം. അങ്ങനെയല്ല. അതിൽ ഈ കുര്യൻജി പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസപരമായ, ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റം അത് താരതമ്യേന കേരളത്തേക്കാൾ കുറവാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങൾ വരുമ്പോൾ ചില സംസ്ഥാനങ്ങളെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇത് കേന്ദ്ര ബജറ്റാണ്. പ്രധാനമായിട്ടും ഏതെങ്കിലും സംസ്ഥാനത്തിന്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഇന്ന പദ്ധതികൾ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാറേയില്ല. പകരം രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കുന്ന പദ്ധതികൾ, പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് ഇത്ര കോടി എന്ന് പറഞ്ഞാൽ അതിൽ കേരളം പെട്ടു, സുകന്യ സമൃദ്ധി യോജനയ്ക്ക് ഇത്ര കോടി, സ്വച്ഛ് ഭാരതിന് ഇത്ര കോടി എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം കേരളവും പെട്ടിട്ടുള്ളതാണ്. കേരളം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പറയില്ല. നരേന്ദ്രമോദിയുടെ ബജറ്റുകൾ പരിശോധിച്ചാൽ അറിയാം, അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങ് പ്രസിഡന്റായി ചുമതലയേറ്റ അന്ന് നമ്മൾ സംസാരിച്ചായിരുന്നു.
3 കാര്യങ്ങൾ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, രാത്രികാല ഗതാഗത നിരോധന പ്രശ്നം ഉണ്ടായിരുന്നു. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുള്ള പ്രശ്നത്തിൽ ഇടപെടും. പ്രഥമ പരിഗണന ഈ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനുള്ള കേന്ദ്ര ഇടപെടലിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നാണ്. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ആവാൻ വരികയാണ്. ആയിട്ടില്ല, 1.5 ആഴ്ചയായിട്ടുള്ളൂ. എന്താണ് നമ്മൾ അതിന് ശേഷം ആദ്യ നടപടി സ്വീകരിച്ചിട്ടുള്ളത്? അല്ല, ഈ വന്യമൃഗശല്യത്തിന് നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോൾ 1.5 ആഴ്ചകൾക്ക് മുൻപാണ് നമ്മളുടെ ഇവിടെ മാനന്തവാടിയിൽ ഉണ്ടായിട്ടുള്ള വിഷയം കത്തി നിൽക്കുന്ന സമയം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രം നമ്മൾ ആ വിഷയം എടുത്താൽ പോരാ. വന്യമൃഗശല്യം എന്ന് പറയുന്നത് വയനാട്ടിലെ പൊതുജനങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്ന വിഷയമാണ്. കുറച്ച് കാലങ്ങൾ, ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് കാർഷിക വിളകളെ നശിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് നമ്മൾ ഉന്നയിച്ചിരുന്നത്. കുരങ്ങൻ വന്ന് തിന്നുന്നു, മാൻ വന്ന് തിന്നുന്നു, മയിൽ വന്ന് തിന്നുന്നു, ആനകൾ കൃഷി നശിപ്പിക്കുന്നു, ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഒരു 10 വർഷങ്ങൾക്ക് ഇപ്പറേ മൃഗങ്ങൾ നേരിട്ട് മനുഷ്യനെ ആക്രമിക്കുകയാണ്. മനുഷ്യനെ എവിടെ കണ്ടാലും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യം. കുട്ടികളെ നമുക്ക് ധൈര്യത്തിൽ സ്കൂളിലേക്ക് വിടാൻ സാധിക്കുന്നില്ല, കുട്ടികളെ കളിക്കാൻ വിടാൻ സാധിക്കുന്നില്ല. കുട്ടികൾ സ്കൂളിലേക്ക് വിട്ടാൽ തന്നെ തിരിച്ചു വരുന്നത് ആശങ്കയോടെ നോക്കി നിൽക്കുന്ന മാതാപിതാക്കൾ. ഇത് കാടിനോട് ചേർന്ന് മാത്രമല്ല, നഗര കേന്ദ്രങ്ങളിൽ പോലും പട്ടാപ്പകൽ പുലിയും കടുവയും ഇറങ്ങുന്നൊരു സാഹചര്യം. ഇന്നത്തെ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ മാനന്തവാടി മേഖലയിലാണ്, ഇന്ന് വടുവഞ്ചാലാണ്, മൂപ്പൈനാടാണ്. ഒരു പ്രധാന പത്രത്തിൻ്റെ എല്ലാ വാർത്തകളിലും മൂപ്പൈനാട് നിറഞ്ഞു നിൽക്കുകയാണ്. നോക്കൂ, എല്ലാ മേഖലയിലും പ്രശ്നമാണ്. നമ്മൾ അത് നിർബന്ധമായിട്ടും പരിഹരിക്കേണ്ട വിഷയമാണ്. അത് പരിഹരിച്ചാൽ തന്നെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം. അത് ആത്മാർത്ഥമായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ദേശീയ നേതാക്കളും BJP നേതാക്കളും ഇത് ബോധ്യപ്പെടുകയും പറയുകയും ചെയ്തതാണ്. എന്തെങ്കിലും ഒരു അനുകൂല നടപടി ഈ വർഷം തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിലെന്താ പ്രയാസം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു കേന്ദ്ര സർക്കാരിന് ഒരു സംസ്ഥാനത്തേക്കും ഡയറക്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണത്. നമുക്ക് ഒരുപാട് ഇപ്പോൾ ആയുഷ് മന്ത്രാലയം, ഞാൻ ഉദാഹരണം പറയാം, ആയുഷ് മന്ത്രാലയം അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി. ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. വന്യമൃഗശല്യം വയനാട്ടിൽ അതിരൂക്ഷമാണ്. ഫെഡറൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കാരണം കേന്ദ്രത്തിന് ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യണം? നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാൽ BJP അതിനെ അനുകൂലിക്കും, ഒരു സംശയവുമില്ല. അത് എത്ര വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും ശരി, BJP അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. കാടും നാടും വേർതിരിക്കണം അർജൻറ്റായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ളൊരു പ്രൊജക്റ്റ്, എത്ര കോടികൾ വേണമെങ്കിലും വെച്ചോട്ടെ, അത് അംഗീകരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി പുറകെ മെനക്കെടാൻ ആത്മാർത്ഥമായിട്ട് BJPയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനുണ്ടാകും. ഇനി അതല്ല ഇവർ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള സമര പരിപാടികൾ സംസ്ഥാനം പറയുന്നത് കേന്ദ്രത്തോട് ചോദിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഉദാഹരണം പറയാം, മുള്ളംകൊല്ലി, പൂതാടി മേഖലകളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഒരൊറ്റ പഞ്ചായത്ത് എടുക്കാം, ഒരു 10 കോടി രൂപ മുടക്കാൻ പറ്റുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഇവിടെ വെക്കട്ടെ, ഒരു പഞ്ചായത്ത് മാത്രം. വയനാട് മൊത്തം വേണ്ട. ആ ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് ഇവിടെ വെച്ചാൽ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം. നമ്മൾ എത്രയോ തവണ സർവകക്ഷികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാ സർവകക്ഷി യോഗത്തിലും ആവശ്യപ്പെടുന്നതാണ്. കഴിഞ്ഞ 2022 ഡിസംബറിൽ എനിക്ക് തോന്നുന്നു പുതുശ്ശേരിയിലെ തോമസിനെ കടുവ ആക്രമിച്ചപ്പോഴാണ് സമഗ്രമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ വരുന്ന 2023 മാർച്ചിന് മുമ്പായിട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞു പോകരുത് എന്ന് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വാക്ക് അന്വർത്ഥമാക്കി. ഇന്നും ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല. പിന്നെ എന്താണ് കേന്ദ്രത്തോട് ചോദിച്ചിട്ട്? നോഡൽ ഓഫീസറെ ഒക്കെ വെച്ചിരുന്നു. ഒന്നുമില്ലല്ലോ ഇപ്പോൾ. ആ പദ്ധതി എവിടെയെന്ന് ആൾക്കും അറിയില്ല. നോഡൽ ഓഫീസർ എവിടെ? 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അതെവിടെ? ഒന്നുമില്ല. ഈ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ പറഞ്ഞു പോകുന്നതിനെതിരെ ഒന്നുമില്ലെങ്കിൽ സമരം ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർ നല്ലൊരു പ്രൊജക്റ്റ് വെക്കണം. പ്രൊജക്റ്റ് വെച്ചാൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ BJPയുടെ കേരള ഘടകം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പണിയും നമ്മളെടുക്കും. കാരണം നാട്ടുകാർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇനി അതല്ലെങ്കിൽ സമര പരിപാടികളുമായിട്ട് കേരള ബഡ്ജറ്റും കൂടി വന്നു. കേരള ബഡ്ജറ്റ് വന്ന് അതിൽ വന്യമൃഗശല്യ പ്രതിരോധത്തിന് കുറച്ച് ഫണ്ട് വെച്ചിട്ടുണ്ട്. 75 പരിമിതമാണെങ്കിൽ പോലും വെച്ചു. അപ്പോൾ കേന്ദ്രത്തിൻ്റെ വിഹിതത്തിൽ ഇല്ലതാനും. ഇതാണല്ലോ രാഷ്ട്രീയക്കാർ ഇവിടെ പറയുന്ന ഒരു വിഷയം. ഇതിൻ്റെ ഏകോപനം ആര് നേതൃത്വം വഹിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? കൺകറൻറ്റ് ലിസ്റ്റാണ്. വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ട് അവിടെയാണ് ഞാൻ പറയുന്നത് കേന്ദ്രത്തിൻ്റെ സഹായം വേണം. ആരാണ് സഹായം ചോദിക്കേണ്ടത്? ഞാൻ നേരത്തെ ചോദിച്ചത്,
ഒരു പഞ്ചായത്ത് എടുക്കുക, പൂതാടി പഞ്ചായത്തിൽ ഇത് പിന്നെ നിർമ്മിക്കാൻ, വേലി നിർമ്മിക്കാൻ, ടൈഗർ പുറത്തേക്ക് വരാതിരിക്കാൻ, ആന പുറത്തേക്ക് വരാതിരിക്കാൻ, മറ്റ് വന്യമൃഗങ്ങൾ ആക്രമിക്കാതിരിക്കാൻ എന്ത് പദ്ധതിയുണ്ട്? ജനങ്ങളുടെ മുന്നിൽ പറയട്ടെ, അതിനെ സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഓരോരോ പഞ്ചായത്തുകളെടുക്ക്, വയനാട് മൊത്തം വേണ്ട, എന്നിട്ട് കേന്ദ്രത്തിനെ സമീപിക്കട്ടെ, ഞാനും വരാം, ഞാനും കൂടെ വരാം, ഞാൻ മുമ്പിൽ നിൽക്കാം, പുറകിൽ നിൽക്കുന്നില്ല, മുൻപിൽ നിൽക്കാം. എവിടെ പദ്ധതി? അതാണ് ചോദിക്കുന്നത്. ഇപ്പം BJP ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ തവണ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നാണല്ലോ നിങ്ങളുടെ ഒരു വിശ്വാസമുള്ളത്. അതുകൊണ്ടായിരിക്കുമല്ലോ വീണ്ടും രണ്ടാമത് തിരഞ്ഞെടുത്തത്. അപ്പോൾ തെരഞ്ഞെടുപ്പിനെയും കൂടി നേരിട്ടായിരുന്നു, വോട്ട് ചോർച്ചയില്ലാതെ, കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ചോർച്ചയില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റി. ഇനി സംഘടനാ സംവിധാനം എങ്ങനെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? കൂടുതൽ വോട്ട് അത് തെറ്റാണ്. കാരണം ഇരട്ടിയിലധികം വോട്ടുകൾ നേടാൻ സാധിച്ചു പൊതു തെരഞ്ഞെടുപ്പിൽ. കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ ഇരട്ടിയിലധികം വോട്ടുകൾ നേടാൻ സാധിച്ചു. അന്നത്തെ സ്ഥാനാർത്ഥിമാർ അത്ര മോശങ്ങളൊന്നുമല്ല. രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നുള്ള സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു സംശയമില്ല, നമ്മൾ ഇരട്ടിയിൽ BJP മാത്രമാണ് ഇരട്ടിയിലധികം വോട്ടുകൾ പിടിച്ചത്. ചോർച്ചയില്ലാതായത് ഉപതെരഞ്ഞെടുപ്പ് വന്നു, പ്രിയങ്ക ഗാന്ധി വന്നിട്ടും BJPക്ക് ഒരിളക്കവും സംഭവിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വിജയം. അപ്പോൾ ഇത്തവണ സംഘടനാപരമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ, നന്നായിട്ട് പണിയെടുത്തിട്ടുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അവരെല്ലാം കൂട്ടിപ്പിടിച്ച് ചേർത്തുകൊണ്ട് നല്ലൊരു സംഘടനാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ വലിയ തോതിൽ വിജയിച്ചു. തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും തന്നെ മെമ്പർഷിപ്പ് ചേർക്കാൻ സംശയമില്ല. ഇപ്പോൾ രാജ്യവ്യാപകമായി ഉണ്ടാകുന്ന ഒരു അംഗീകാരം എന്തുകൊണ്ടായിരിക്കും ഈ വയനാട്ടിൽ BJPക്ക് കിട്ടാതെ പോകുന്നത്? അല്ല, അങ്ങനെ പറയാൻ അതാ ഞാൻ എനിക്ക് തോന്നുന്നു, ഇത് ചർച്ചയ്ക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയേക്കാൾ പ്രസക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസ്സിന് ഇനി ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷ എന്നെ സംബന്ധിച്ചില്ല. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് അപ്പുറത്തുള്ള ഒരു ഇല്ല. ഞങ്ങളുടെ വോട്ടുകൾ വർദ്ധിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിച്ചിട്ട് ഞങ്ങൾക്ക് പുറകോട്ട് പോകാൻ സാധിക്കുന്നില്ല. രാജ്യവ്യാപകമായിട്ട് ഉണ്ടാകുന്ന മുന്നേറ്റം നല്ല രീതിയിൽ തന്നെ വയനാട് ജില്ലയിലും ഉണ്ടാകുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലം. ഞാൻ ചോദിക്കാൻ വന്നത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചോ? തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തിലും BJPക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും BJPക്ക് ഇത്തവണ സ്ഥാനാർത്ഥി, ബ്ലോക്കിലും ജില്ലയിലും എല്ലാ സംവിധാനത്തിലും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശം, ലക്ഷ്യവും അത് തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ തെരഞ്ഞെടുപ്പ് നിർബന്ധമാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലുണ്ടാകുന്ന ഗുണം ഒട്ടേറെ പദ്ധതികൾ. ഇപ്പോൾ നോക്കൂ, പ്രധാനമന്ത്രി ആവാസ് യോജന എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആളുകൾ ഇങ്ങനെ വീടിന് വേണ്ടി ഇങ്ങനെ എത്ര കാലമായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു? പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഫണ്ടുണ്ട്, എന്തുകൊണ്ടാണ് നടപ്പിലാവാത്തത്? സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനവും അതിൻ്റെ വിഹിതം വയ്ക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ പാവങ്ങൾ വീണ്ടും റോട്ടിൽ നിൽക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ പദ്ധതികൾ നടപ്പിലാക്കി പോകുന്നു, കേരളത്തിൽ നടപ്പിലാകുന്നു. അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മെമ്പർമാരെ ജയിപ്പിക്കുക, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്ക് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന. ഇപ്പോൾ പറഞ്ഞ ആവാസ് യോജന പദ്ധതിയൊക്കെ നിലവിലുണ്ടെങ്കിലും ലൈഫ് മിഷൻ പദ്ധതിയിൽ 1 ലക്ഷം വീട് അടുത്ത സാമ്പത്തിക വർഷം നിർമ്മിക്കും എന്നാണല്ലോ ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ബഡ്ജറ്റിനെ ആകെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബഡ്ജറ്റിനെ ആകെ നോക്കിയാൽ ഒരു 4-5 പ്രാവശ്യം വയനാടിനെ പറഞ്ഞിട്ടുണ്ട്. വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. തുരങ്കപാതയ്ക്ക് വേണ്ടി 2134 കോടി രൂപ മാറ്റിവെക്കുമെന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ ബജറ്റിലും പറഞ്ഞതാണ്, അതിൻ്റെ മുന്നത്തെ ബജറ്റിലും പറഞ്ഞു, അതിൻ്റെ മുന്നത്തെ ബജറ്റിലും പറഞ്ഞതാണ്. പിന്നെന്താണ്, ക്ലൈമറ്റ് കൺട്രോൾ അനുസരിച്ചിട്ടുള്ളൊരു കോഫി സംവിധാനത്തിന് വേണ്ടി എത്ര കോടിയാണ്? 10 കോടി രൂപ. അല്ല, അതിലേക്ക് 3 കോടി, മൊത്തം 10 കോടി. 10 കോടി. 10 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പഞ്ചായത്തിലൊക്കെ പിന്നെ ബജറ്റിൽ അവതരിപ്പിക്കുന്ന പൈസകളാണ്. ഇതാണ് ഒരു 4-5 പ്രാവശ്യം വയനാട് എന്ന് പറഞ്ഞു. സ്ട്രിപ്പിന് വേണ്ടിയിട്ട് 1.5 കോടി. കഴിഞ്ഞ പ്രാവശ്യം 1.17 പറഞ്ഞതാണ്. അതിനു മുമ്പ് 4.51 പറഞ്ഞതാണ്. പിന്നെ കാരാപ്പുഴ പദ്ധതിക്ക് 27 കോടി. 27 കോടിക്ക് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളെ വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 27 കോടി എന്നൊക്കെ പറഞ്ഞാൽ നോക്കൂ, ഒരു 100 മീറ്റർ ടാർ ചെയ്യാൻ തന്നെ കോടികൾ എത്ര വേണം? അപ്പോഴാണ് ജലസേചന പദ്ധതിക്ക് ഇവരെങ്ങനെയാണ് 27 കോടി? എനിക്ക് തോന്നുന്നു ഇത് കേന്ദ്രത്തിൻ്റെ ജൽജീവൻ മിഷനൊക്കെ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു സാധനം മാത്രമാവാനാണ് സാധ്യത. കാരാപ്പുഴയ്ക്ക് 20 കോടി. വന്യമൃഗങ്ങളെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംവിധാനത്തിന് വേണ്ടി 75 കോടി. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം. സത്രംകുന്നം മുതൽ മൂടക്കൊല്ലി വരെ ഒരു വേലി ഉണ്ടാക്കി 2021.
അത് മുഴുവൻ പൊട്ടിപ്പൊളഞ്ഞെടുക്കണം. അന്ന് മുടക്കിയ തുക 15 കോടി രൂപയാണ്. 10 കിലോമീറ്ററിന് വേണ്ടി 15 കോടി രൂപ. ഇവിടെ 75 കോടിയാണ് വയനാട് ജില്ലയ്ക്ക് മൊത്തം. 10 കിലോമീറ്ററിന് 15 കോടി അന്ന് മുടക്കിയിട്ടുണ്ട്. അത് മെയിൻ്റനൻസ് ചെയ്യുന്ന പോലുമില്ല. അപ്പോഴാണ് ഇതൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ആകെ ഗുണമുണ്ടായിട്ടുള്ളത് പൂട്ടിക്കിടക്കുന്ന ബ്രഹ്മഗിരിക്കാണ്. 10 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതും അതിൻ്റെ തന്ത്രം എന്താണെന്ന് പറഞ്ഞാൽ, കുറേ ആളുകൾ ഈ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ബ്രഹ്മഗിരിയിലേക്ക് വേണ്ടി. ആ ബ്രഹ്മഗിരിയിൽ പണം നിക്ഷേപിച്ച ആളുകളെ തൽക്കാലം ഒന്ന് പിടിച്ചു നിർത്തുക. ഇത് മാത്രം. അവരിനി സമരപരിപാടിയും മറ്റു കാര്യങ്ങളായിട്ട് പോയത്. അല്ലാണ്ട് 10 കോടി കൊണ്ട് അത് തുറക്കാൻ പോകും. പാർട്ടി തന്ത്രമായിരിക്കും, ഒരു സംശയം. അത് നോക്കിക്കോളൂ, നിങ്ങൾ അടുത്ത ബജറ്റ് വരുന്നവരെ നിങ്ങൾ നോക്കിക്കോളൂ. അത് തുറക്കാനും പോകുന്നില്ല, അത് പ്രവർത്തിപ്പിക്കാനും പോകുന്നില്ല. ഈ 10 കോടി കൊണ്ട് ഒന്നും നടക്കാൻ വേണ്ടിയില്ല. ഇതൊരു ജനങ്ങളെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം മാത്രമാണത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകളിലെല്ലാം താങ്കൾക്കൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും ജില്ലാ പ്രസിഡന്റുമാരൊക്കെ വന്നു. ചില സ്ഥലങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉയർന്ന് കേട്ടു. വയനാട് ജില്ലയിലും എവിടെ നിന്നൊക്കെയോ ചില അപശബ്ദങ്ങളൊക്കെ കേട്ടിരുന്നു. എന്തെങ്കിലും ഇപ്പോൾ അതൊക്കെ സെറ്റിലായോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? അല്ല, ഇത് മനുഷ്യരുള്ള സംഘടനയാണ്. എല്ലാ സംഘടനകളിലും മനുഷ്യരാണ്. മനുഷ്യർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ. ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ എന്നോട് താല്പര്യം കൂടുതലുള്ള ആളുകളുണ്ടാവും. എനിക്കും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. വ്യക്തികളോട്, ഇപ്പം മാധ്യമ സ്ഥാപനത്തിലായാലും ചില ആളുകളോട് ചില ഇഷ്ടങ്ങളുണ്ടാവാം, ചില ഇഷ്ടക്കേടുകളുണ്ടാവാം. അത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് സമയത്ത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ തദ്ദേശ സ്ഥാപനത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം അങ്ങ് പറഞ്ഞു. അങ്ങ് മത്സരിക്കുമോ? ഞാൻ 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തവണ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്താണ് നമ്മളെ വയനാടിൻ്റെ BJPയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? വികസന കാര്യത്തിലും പാർട്ടി രാഷ്ട്രീയ കാര്യത്തിലും? പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യത്തിൽ പാർട്ടിക്ക് ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. 2 മുന്നണികളും ഒട്ടേറെ തവണ ഭരിച്ചിട്ടുള്ള ആളുകളാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്. അവർ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ MLA-മാരുള്ള പാർട്ടിയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ നിരവധിയായിട്ടുള്ള ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾക്ക് ഓടിയെത്തണമെങ്കിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഇപ്പോൾ ചലിക്കുന്നതിൻ്റെ ഇരട്ടിയായി ചലിപ്പിക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഇരട്ടിയായിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഇരട്ടിയായിട്ട് ചലിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. 1. രണ്ടാമത്, രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ വയനാട്ടിൽ നീറുന്ന പ്രശ്നങ്ങളുണ്ട്. വയനാട് ജില്ലയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ കാര്യങ്ങൾ കേന്ദ്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യാനും കേന്ദ്രത്തിൻ്റെ സഹായങ്ങൾ ഇവിടെ വാങ്ങിച്ചു കൊടുക്കാനും, അതോടൊപ്പം കേന്ദ്രത്തിൽ അറിയിക്കാത്തത് കൊണ്ട് ഈ നാടിനുണ്ടാകുന്ന ദോഷങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതും ഒക്കെ പൊതുജനങ്ങളുടെ ഇടയിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ച് അത് പാർട്ടിക്കൊരു സ്വാധീനമാക്കി, അസറ്റാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും. നമ്മൾ അവസാനിപ്പിക്കാൻ ഒരു ചോദ്യം വിട്ടുപോയതൊന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് എന്തെങ്കിലും ഒരു കേന്ദ്ര സഹായം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. മുണ്ടക്കൈ ചൂരൽമല വിഷയം ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാദ്യം നിങ്ങളുടെ പ്രവർത്തനം ചെയ്യൂ, സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാദ്യം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ 700 കോടി രൂപ കേന്ദ്രത്തിൻ്റെ സഹായം SDRF-ലുണ്ട്. ഒരു മാനദണ്ഡങ്ങളും നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾ ചിലവഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു 50% ചിലവഴിച്ചാൽ അടുത്ത തുക വരും. പക്ഷേ 1 രൂപ പോലും അതിൽ നിന്ന് ചിലവഴിച്ചിട്ടില്ല. 1. രണ്ടാമത്തെ കാര്യം, CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 750 കോടിക്ക് മുകളിലുണ്ട്. ആ 750 കോടിയാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതല്ലാണ്ട് മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും പ്രഖ്യാപിക്കാനും പോകുന്നില്ല. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല. ഭൂമി ഏറ്റെടുക്കട്ടെ, കൃത്യമായിട്ട് പ്ലാൻ വെക്കട്ടെ, ഇവരുടെ കയ്യിലുള്ള കോടികൾ എത്രയാണെന്ന് പറയട്ടെ, അത് എവിടെയൊക്കെ വിനിയോഗിക്കുമെന്ന് പറയട്ടെ, അത് കൂടാതെ എത്ര വേണമെന്ന് പറയട്ടെ. ഇപ്പോൾ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. 242 വീടുകളുടെ സംവിധാനമാണ് ഇപ്പോൾ ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിൽ പ്രകാരം. 10-ാം വാർഡിൽ 51 വീടും, 11-ാം വാർഡിൽ 83 വീടും, 12-ാം വാർഡിൽ 108 വീടും. 242 വീടുകൾ ഒരുമിച്ച് ഒരു സംവിധാനത്തിലേക്ക് മാറാൻ വേണ്ടി പോകുന്നു എന്ന് പറയപ്പെടും. എത്ര കോടിയാണ് ചിലവ് വരിക? മുഖ്യമന്ത്രി പറഞ്ഞ കണക്കനുസരിച്ച് 72 കോടി 60 ലക്ഷം രൂപയുണ്ടെങ്കിൽ 30 ലക്ഷം വെച്ചിട്ട് ഒരു വീടിന് മാറ്റി വെച്ചാൽ ഇത്രയേ വേണ്ടൂ. അപ്പോൾ കോടിക്കണക്കിന് രൂപ കൈകളിൽ വെച്ചിട്ടാണ് അനാവശ്യമായിട്ടുള്ള വാദങ്ങൾ ഉണ്ടാക്കുന്നത്. ആദ്യം ചെലവഴിക്കട്ടെ കയ്യിൽ കിട്ടിയത്. ഒരു സംശയവുമില്ല, മുണ്ടക്കൈ ചൂരൽമല അത്ര നിസ്സാര വിഷയമൊന്നുമല്ല. കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടാകും, ഒരു സംശയവുമില്ല.
ഇപ്പോൾ ശ്രീ പ്രശാന്ത് മലവയൽ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രവും കേരളവും കൂടി ഏകോപിപ്പിച്ചുള്ള പദ്ധതികൾ, അത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസമായാലും മനുഷ്യ വന്യജീവി സംഘർഷമായാലും വന്യമൃഗശല്യ പ്രതിരോധ പ്രവർത്തനങ്ങളായാലും എന്തിനും ഈ ഒരു ഏകോപനം വേണം. അതിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്താൽ BJP ഒപ്പമുണ്ടാകുമെന്നൊരു വാഗ്ദാനമാണ് അദ്ദേഹം നൽകിയത്. അങ്ങനെ ഒരു നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാകട്ടെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും കേന്ദ്ര കേരള സർക്കാരുകളും കൂടി ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനത്തോടു കൂടെ വയനാടിൻ്റെ ഒരു വികസനം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.